സർ, ഗാർഗയ്ക്കും കോൺഗ്രസിനുമൊക്കെ കുംഭമേള എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. കഴിഞ്ഞ ദിവസം ഈ ഗാർഗെ തന്നെ പറയുകയുണ്ടായി, ഗംഗയിൽ സ്നാനം ചെയ്താൽ ഇന്ത്യയുടെ ദാരിദ്ര്യം മാറുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇവർക്കൊക്കെ അറിയാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതൊരു മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു വിസ്മയമല്ല. എല്ലാ നാനാജാതി മതത്തിലുള്ളവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഗാന്ധിജി പങ്കെടുത്തിട്ടും കൃത്യമായി ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്ന കുംഭമേളയെ എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് അംഗീകരിക്കാത്തത്? കോൺഗ്രസ് പല കാര്യങ്ങളും ഈ കോൺഗ്രസ് അധ്യക്ഷനും ഒക്കെ മനസ്സിലാക്കി വരുന്നത് ഉടനെ നമുക്കതിനെപ്പറ്റി ആദ്യം പറയാൻ പറ്റത്തുള്ളൂ. കാരണം ദാരിദ്ര്യം, ഗംഗയിൽ സ്നാനം ചെയ്താൽ ദാരിദ്ര്യം മാറുക എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ദാരിദ്ര്യം മാറാൻ കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയാണല്ലോ വേണ്ടത്. അതും കുംഭമേളയുമായി നേരിട്ട് ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ വിവരദോഷമെന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രഥമ ദൃഷ്ടിയെ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം അദ്ദേഹത്തിനെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ മുസാഫർ ജില്ലയിൽ പിന്നെ ഒരു അഡ്വക്കേറ്റാണ് സുധീർ കുമാർ ഓജ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിനെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. മനഃപൂർവ്വം ഒരു വികാരത്തെയും മതവികാരത്തെയും നിന്ദിച്ചതുപോലെ ആണ് CJM കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ കേസ് പല മാനങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അത് വളരെ കൃത്യമായിട്ടും അത് ആ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്ന് അനുചിതമാണ്, അനവസരത്തിലുള്ളതാണ്. ആ രണ്ട് കാര്യങ്ങൾ വളരെ സ്പെസിഫിക്കാണ്. അതോടൊപ്പം അത് ഒരു വലിയ ജനവിഭാഗങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതുമാണ്. കാരണം ഇത് ലോകത്ത് ഏറ്റവും വലിയ പുണ്യകർമ്മമായി കരുതുന്ന ഒരു കാര്യത്തെ, ഒരു വിശ്വാസമുള്ളത് ഇപ്പോൾ എന്തുവായിക്കൊള്ളട്ടെ, ഇത്രയും കൂടിക്കണക്കിന് ആൾ കരുതുന്നൊരു കാര്യത്തെ ഇത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്തായാലും മറുപടി പറയാൻ കഴിയുന്നില്ല. അതാണ് തന്നെ പറഞ്ഞ ഒരു കാര്യം ഇവർ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഗാന്ധിജി കുംഭമേളയിൽ 1915 പങ്കെടുത്തത്. 1915 ഗാന്ധി അന്നേ മഹാത്മാവായി കഴിഞ്ഞിരുന്നു. കാരണം ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണല്ലോ അദ്ദേഹം മഹാത്മാവാകുന്നത്. കാരണം അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ പോയിട്ട് ബാരിസ്റ്റർ പരീക്ഷ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ കോടതിയിൽ ബോംബെയിൽ തിരിച്ചു വന്ന് ശോഭിക്കാൻ കഴിയാതിരുന്നപ്പോൾ അദ്ദേഹത്തെ ദക്ഷിണാഫ്രിക്കയിലേക്ക് കൊണ്ടുപോയ ഒരു കേസിൻ്റെ ഭാഗത്തിന് വേണ്ടി പോയി. അവിടെ വെച്ചാണല്ലോ അദ്ദേഹം ഒരു എന്താ പറയുന്നത് പിന്നീടുണ്ടായ ഇതിഹാസ സമാനമായ ഒരു ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് അവിടെ നിന്നാണ്. ഈ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന ഗാന്ധിജി ഈ രാജ്യത്ത് നടക്കുന്ന രാജ്യം മുഴുവൻ സഞ്ചരിച്ചു. അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബർമ്മ, റങ്കൂണ്, പിന്നെ കുറേ ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെ അന്ന് ഇന്ത്യയുടെ ഭാഗം 37-ലൊക്കെയാണ് ഈ ബർമ്മയൊക്കെ വിട്ടുപോയത്. അതൊക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ കൽക്കട്ടയിലെ, ബർമ്മയിലെ, ഇവിടെ എല്ലാം ഗാന്ധിജി സഞ്ചരിച്ചു. 1915 അദ്ദേഹം റങ്കൂൺ സന്ദർശനത്തിന് ശേഷമാണ് പിന്നെ ഈ കൽക്കട്ടയിലെത്തി. കൽക്കട്ടയിൽ നിന്നും കുംഭമേളയിൽ പിന്നെ ഹരിദ്വാറിലാണ് ഗാന്ധിജി എത്തിയത്. ഈ 1915 കുംഭമേള നടന്ന ഹരിദ്വാറിലാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ എനിക്ക് തോന്നുന്നു ഈ ഖാർഗെയെ പോലുള്ളവരൊന്നും ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചിട്ടില്ല. അത് കോൺഗ്രസ് പൊതുവെ പുസ്തകം വായിക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഗാന്ധിജിയുടെ ആത്മകഥയായ ലോകപ്രസിദ്ധമായ ലക്ഷക്കണക്കിന് കോപ്പി വിറ്റഴിഞ്ഞിട്ടുള്ള സത്യാന്വേഷണ പരീക്ഷകളിൽ ഒരധ്യായം തന്നെ അദ്ദേഹം കുംഭമേളയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. കുംഭമേള എന്ന ഹെഡിൽ ഈ ഗാന്ധിജിയുടെ ആത്മകഥയിൽ ഒരു അധ്യായമുണ്ട്. അതിനകത്ത് പിന്നെ വളരെ വിശദമായിട്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. കുംഭമേള തന്നെ പരിവർത്തനപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് വളരെ വിശദമായി ഗാന്ധി പറയുന്നുണ്ട്. കുംഭമേളയിൽ കുംഭമേളയിൽ നിന്നുകൊണ്ട് താനെടുത്ത തീരുമാനങ്ങളെപ്പറ്റി ഗാന്ധിജി പറയുന്നുണ്ട്. പിന്നെ ഗാന്ധിജി പിന്നെ അദ്ദേഹം പറയുന്നത് റങ്കൂണിലൊക്കെ അദ്ദേഹത്തിൻ്റെ സന്ദർശന വേളയിൽ അദ്ദേഹം പിന്നെ വളരെ പോപ്പുലറായി കഴിഞ്ഞിരുന്നു ഗാന്ധിജി. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അന്ന് അദ്ദേഹത്തിന് എത്ര വയസ്സ് കാണും? 54 വയസ്സേ കാണത്തുള്ളൂ അല്ലേ? 1969 ഗാന്ധിജി ജനിച്ചത്. പിന്നെ 46 വയസ്സേ ആയിട്ടുള്ളൂ. 46 വയസ്സേ ഗാന്ധിജിക്ക് ആയിട്ടുള്ളൂ. ഈ 46 വയസ്സ് ആയപ്പോഴേക്കും ഗാന്ധിജി ഇവിടെ പ്രശസ്തി ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തി. അദ്ദേഹം ഗോപാലകൃഷ്ണ ഗോഖലെയുടെ അദ്ദേഹം ഒരു ശിഷ്യനായി ഗോപാലകൃഷ്ണ ഗോഖലെയെ ഗുരുവായി കരുതിയിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ. ഒന്നിലേറെ ഗുരുക്കന്മാരെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഗുരുക്കന്മാരെന്ന് പറയുന്നത് നേരിട്ടുള്ള ഗുരു ശിഷ്യ ബന്ധമല്ല, പക്ഷേ അദ്ദേഹം ഗുരു തുല്യരായി കരുതിയ ആളുകളെ പറ്റി പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. കാര്യത്തിൽ ഒരു വലിയ സംഘടനയായിരുന്നു അത്. ആ സംഘടനയുടെ ആൾക്കാരാണ് ഈ കുംഭമേളയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് അത്തവണ എത്തിയിരുന്നവരിൽ വലിയൊരു വിഭാഗവും ഈ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ. അപ്പോൾ ഗാന്ധിജിയുടെ ഫിനിക്സ് ആശ്രമം എന്ന് പറയുന്ന ഒരു ആശ്രമം ഗാന്ധി ആദ്യം തന്നെ സ്ഥാപിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ചിരുന്നു ഫിനിക്സ് ആശ്രമം എന്ന് പറയുന്നത്. ഇവിടെയും ഗാന്ധിജി തുടങ്ങുന്നത്. അപ്പോൾ ഈ ഫിനിക്സ് ആശ്രമത്തിൽ നിന്നുമുള്ള ആളുകൾ ഈ സെർവൻസ് ഓഫ് ഗാന്ധിയും ഗോപാലകൃഷ്ണ ഗോഖലെയും ഉള്ള അടുപ്പം കൊണ്ട് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രവർത്തകരെ സഹായിക്കാൻ വേണ്ടി ഒരു വലിയ സംഘം ആളുകൾ ഈ ഗാന്ധിയുടെ ആഭിമുഖ്യമുള്ളവർ അല്ലെങ്കിൽ ഗാന്ധി സ്ഥാപിച്ച ആശ്രമത്തിലുള്ളവർ അവിടെ എത്തിയിരുന്നു. അവരോടൊപ്പമാണ് അവരവിടെ എത്തിയത് കൊണ്ട് അവരോടൊപ്പമാണ് ഗാന്ധിജി ഈ അവരുടെ പ്രവർത്തനങ്ങൾ കൂടി അവിടെ നടക്കുന്നത് കൊണ്ടാണ് ഗാന്ധിജി അവിടെ എത്തിയത്. എന്നിട്ട് പിന്നെ ഈ വൈവിധ്യങ്ങൾ 17 ലക്ഷം പേര് തവണ കുംഭമേളയിൽ പങ്കെടുത്തു എന്നാണ് ഏകദേശ കണക്ക്. ഗാന്ധിജി അങ്ങനെയാണ് അറിയപ്പെട്ടതെന്നാണ് ഗാന്ധിജി പറയുന്നത്. 17 ലക്ഷം പേര് പങ്കെടുത്തു.
അപ്പോൾ ഇത് കണ്ട സത്യത്തിൽ ഗാന്ധിജി ഇങ്ങനെ ഓരോരുത്തരെയും വീക്ഷിക്കുകയും അവിടെ നടക്കുന്ന, എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വെറും ഒരു തീർത്ഥാടകൻ്റെ അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ഒരു മോക്ഷം അല്ലെങ്കിൽ അത്ര ഒരു കാര്യം ഉദ്ദേശിച്ചില്ല. ആൾ ഇത്രയും കൂടുന്ന ഒരു സംഭവത്തിൽ ഇന്ത്യയുടെ വൈവിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഗാന്ധി അവിടെ എത്തിയത്. പക്ഷേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിജിക്ക് അതിന് മുമ്പുള്ള സന്ദർശനങ്ങളിലൊക്കെ ഗാന്ധിജിയെ സൽക്കരിക്കാൻ ആളുകൾ വളരെ സന്നദ്ധരായിരുന്നു. ഈ റങ്കൂണിലെ യാത്രയിൽ, പിന്നെ കൽക്കട്ടയിൽ ശാന്തിനികേതനൊക്കെ സന്ദർശിച്ചിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ ഫുഡ് അല്ലെങ്കിൽ ഈ ഭക്ഷണക്രമം അതൊക്കെ കൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ വളരെ 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 സൽക്കരിക്കാൻ സന്നദ്ധരായ ഒരു കൂട്ടമായിരുന്നു ഇവിടെയും ഗാന്ധിജിക്ക് അത് ലഭിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗാന്ധിജിയായി നമ്മൾ കാണുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിജി മഹാത്മാവായി കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒക്കെ കഴിഞ്ഞ അദ്ദേഹം ഈ കുംഭമേളയിലെ ഈ സാന്നിധ്യം, കുംഭമേളയിൽ കുറേ ദിവസം അവിടെ അദ്ദേഹം താമസിക്കുകയും അവിടെ വരുന്ന മനുഷ്യരെയും അവിടെ വരുന്ന ചിന്ത ഒരുപാട് പേരുമായി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണത്തിൽ തന്നെ ഒരു വലിയ മാറ്റം വന്നു. അദ്ദേഹം തൻ്റെ ആഹാരക്രമമാണ് ഏറ്റവും കൃത്യമായിട്ട് അവിടെ വെച്ച് പിന്നെ വ്യത്യസ്തമാക്കുന്നത്. അദ്ദേഹം 5 തരം ഭക്ഷണങ്ങൾ മാത്രമേ ഒരു ദിവസം കഴിക്കൂ എന്ന് നിശ്ചയിച്ചു. എന്ന് മാത്രമല്ല രാത്രിയിലുള്ള ആഹാരം അദ്ദേഹം ഉപേക്ഷിച്ചു. നമ്മൾ ഇനി മേലിൽ അദ്ദേഹം രാത്രി ഭക്ഷണം ഇല്ല എന്ന് ഗാന്ധിജി അവിടെ വെച്ച് തീരുമാനിച്ചു. കാരണം ഇതൊക്കെ ഒരു ചിന്തയുടെ ഫലമായിട്ടാണ്. അവിടെയുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുമായുള്ള ഇൻട്രാക്ഷൻ, ത്യജിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു മനസ്സ്, എന്തും ത്യജിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സാണ് അവിടെ കണ്ടെത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞതെന്നുള്ളത് കുംഭമേള എന്ന് പറയുന്ന ഒരു വലിയ സംഭവം. അങ്ങനെ തൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ പുലർത്തേണ്ട നിഷ്ഠകളും ആചാരങ്ങളും ഒക്കെ അവിടെ വെച്ച് ഗാന്ധിജി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പിന്നീട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുംഭമേളയിൽ കുളിച്ചെണീറ്റാണ് ഗാന്ധി ഇന്ത്യയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്ന് പറയാം. 1915 മുതലാണല്ലോ ഗാന്ധിജി പിന്നെ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നതും പിന്നെ ബാലഗംഗാധര തിലകൻ മരിക്കുന്നതോടുകൂടിയാണ് അദ്ദേഹം അതിൻ്റെ സുപ്രീം ലീഡറായിട്ട് ഏക ഛത്രാധിപതി എന്നതുപോലെയാകുന്നതും ഒക്കെ പിന്നീടാണല്ലോ. അപ്പോൾ ഗാന്ധിജിയാക്കി കുംഭമേളയിൽ പിന്നെ മുങ്ങി നിവർന്നാണ് ഗാന്ധിജി ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഇന്ത്യൻ ദേശീയതയുടെയും വ്യക്തമായി മാറുന്നതാണ്. ഇതൊക്കെ അറിയാതെ കുംഭമേളയെ പറ്റി ആക്ഷേപിക്കാൻ ഖാർഗെ പുറപ്പെട്ടാൽ നമ്മളെന്താ പറയുക? അതേപ്പറ്റി നമുക്ക് സഹതപിക്കാനുള്ള നിവൃത്തിയുള്ളൂ. ഇത് അറിയാതെ ഗാന്ധിജി മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ഓരോ കുംഭമേളയിലും വലിയ വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഗാന്ധിജി ഇത്ര കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാലത്തെ, ഗാന്ധിജി അംഗീകരിച്ചൊരു കാലത്തെ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ജീവിതം മാറ്റിമറിച്ച ഒരു മഹാസംഭവത്തെ, അതിനെ ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗംഗയിൽ കുളിച്ചാൽ ദാരിദ്ര്യം മാറും. ഗംഗയിൽ കുളിച്ചാൽ നേടാവുന്നതിൻ്റെ ഒരു വലിയ സംഭവമാണ് ഗാന്ധിജിയുടെ പിൽക്കാല ജീവിതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുംഭമേളയിൽ പങ്കെടുത്ത് അദ്ദേഹം നേടിയെടുത്ത നേട്ടമാണ് ഇന്ത്യ ചരിത്രം മാറ്റിമറിച്ചത്, അല്ലേ? അതിനുശേഷമാണല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് വ്യക്തിപരമായി അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുണ്ടായ പരിവർത്തനം, അത് അദ്ദേഹത്തിൻ്റെ നിഷ്ഠകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഹാര രീതി അവിടെ വെച്ച് അദ്ദേഹം മാറ്റുന്നു. അത് പിന്നെ ദരിദ്രരായ ജനതയെ ഓർത്തും അതോടൊപ്പം ഈ ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റ് ഓർത്തും അല്ലെങ്കിൽ തന്നെ സ്വീകരിക്കാൻ വരുന്നവർ തനിക്ക് നൽകുന്ന കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടും ഇവിടെയുള്ള ജനത്തിൻ്റെ ത്യജിക്കാനുള്ള മനസ്സ് കണ്ടുമാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പം ദാരിദ്ര്യം മാറ്റുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയുണ്ട്. ദാരിദ്ര്യം മാറ്റാനുള്ള പദ്ധതികളും രൂപീകരിക്കപ്പെടും. അതോടൊപ്പം നമ്മൾ ഈ രാജ്യം മാറ്റിമറിക്കാനുള്ള, ദാരിദ്ര്യം മാത്രമല്ല മാറ്റാനുള്ള പദ്ധതികളും രൂപപ്പെടും. അങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് കുംഭമേളയുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതറിയാതെ നമ്മൾ ഇങ്ങനെ പറയും. പിന്നെ കുംഭമേള കുഴപ്പമാക്കാൻ വേണ്ടി ആണ് ഈ പറഞ്ഞ ഇത്തവണ ഇടതുപക്ഷ തീവ്രവാദികളാണ് അവിടെ നേരത്തെ തന്നെ തമ്പടിച്ചിരുന്നു. ചെങ്കുടിയും ഒക്കെ തമ്പടിച്ചിരുന്നു. പിന്നെ അവരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ഇവിടെ കൂടിയ മനുഷ്യരെ നേരത്തെ തന്നെ ഓടിച്ചിട്ട് പിന്നെ ഭരണാധികാരികൾ നടപടി എടുത്തു. ഏറ്റവും ഒടുവിൽ അവിടെ നടന്ന മരണം അടക്കമുള്ള തിക്കിലും തിരക്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ഇവരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇടതുപക്ഷം തീവ്രവാദികളാണെന്നാണ് അറിയുന്നത്. അത് കൃത്യമായിട്ട് അന്വേഷിച്ച് പുറത്ത് വരും, അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം അത്ര കൃത്യമായ സംവിധാനങ്ങൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കും ഇതൊരു ഈ കുംഭമേള ഒരു അലർജിയാകുന്നു. പിന്നെ കോൺഗ്രസ്സുകാർക്കും അലർജിയാകുന്നു. ഇതിനിടയിലാണ് നമ്മൾ ഈ ഗാന്ധിജിയെ പോലെയുള്ള സൂര്യൻ, ഇന്ത്യയുടെ സൂര്യൻ അവിടെ നിന്നാണ് ഉദിച്ചത് ഒരർത്ഥത്തിൽ. എന്നങ്ങനെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള പ്രക്ഷാപനങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ ജീവിതവും വ്യക്തിജീവിതവും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇടതുപക്ഷക്കാർക്കും കോൺഗ്രസ്സുകാർക്കും രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു ഇവിടെ കുംഭമേളയെ വ്യത്യസ്ത വിധത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് അവരോട് സഹതപിക്കുക എന്ന് മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ.